തെക്കി കുടുക്കിയ കുടുംബം. അലക്സ എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദിനചര്യകൾ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഞങ്ങൾ ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ്. ശബ്ദം എന്നെ ഉറങ്ങാനും സമ്മതിക്കൂല. അച്ഛൻ കൊണ്ടുവന്ന ഗിഫ്റ്റാണെന്ന് ഞാൻ നോക്കൂല കേട്ടോ. അയ്യോ മോളെ, പരീക്ഷയല്ലേ, എണീക്ക്. എനിക്കിവിടെ ഒരു മരുമോളുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് ചായ പോലും തരൂല. അമ്മമ്മയ്ക്കുള്ള ചായ കടുപ്പം കൂട്ടി മധുരം കുറച്ച് ടീ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഓ, ഞാൻ പോയി എടുക്കണമായിരിക്കും. ചന്തു വേക്കപ്പ്, ചന്തു വേക്കപ്പ്. അലക്സ 5 മിനിറ്റ് എണീക്കാനോ? ഇതെന്തോന്ന് ചായ? മധുരമില്ല, കടുപ്പമില്ല. നീ എന്നെ കുടിച്ചോ. അലക്സ ചായ കുടിക്കില്ല. അമ്മയുടെ മോൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സമ്മാനമല്ലേ ഇത്? എന്തുവാടി രാവിലെ കഴിക്കാൻ? പുട്ടും കടലയും. എന്തിനു ഏതിനും ഇടയ്ക്കേറി സംസാരിച്ചോളൂ. എന്റെ മോന്റെ കൂട്ടുകാരനെ നോക്കുള്ളൂ. ഞാൻ നല്ല അടി വെച്ച് തരും. എനിക്കിട്ടത് മതി. ഓർഡർ ചെയ്തതിനൊക്കെ കണ്ണു കുത്തിപ്പൊട്ടിച്ചളയും. അയ്യോ, ഇഡ്ഡലിയും സാമ്പാറും ഓർഡർ കൊടുത്തു. നേരത്തെ ഓർഡർ ക്യാൻസൽ ചെയ്തു. കാശും പോയി. എന്റെ മോന്റെ കാശല്ലേ പോകുന്നു. ഒരു കുഴപ്പമില്ല, പൊയ്ക്കോട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ തള്ള പറയുന്നൊന്ന് ഓർഡർ കൊടുക്കരുതെന്ന്? തള്ള തെറ്റായ വാക്ക്, അമ്മ ശരിയായ വാക്ക്. എടി നീ എന്നെ തള്ളേന്ന് വിളിച്ചല്ലേടി? അവനിങ്ങ് വന്നോട്ടെ, ചോദിക്കട്ടെ, അവൻ എന്റെ മോനാണോ നിന്റെ ഭർത്താവാണോ? എന്റെ മോനായതിനു ശേഷമാണ് നിന്റെ ഭർത്താവായത്. രാവിലെ എണീച്ചൻ ഉറങ്ങാനും സമ്മതിക്കൂല. പിന്നെ എനിക്ക് പുട്ട് വേണ്ട. പുട്ട് തിന്നവൻ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നാണ്. ഇതാണ് കറക്റ്റ്. മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കോ? മുളയ്ക്കൂല. സ്റ്റോപ്പ്. അമ്മയുടെ മോന്റെ മോളല്ലേ ഇത്? രണ്ടുപേരും കൂടെ മിണ്ടായിരുന്നോ? ഞാൻ പഠിക്കാൻ പോയാണ്. എന്റെ പേപ്പർ എവിടെ പോയി? അമ്മ, എന്റെ പേപ്പർ എന്റെ യൂണിഫോമിന്റെ അകത്ത് വെച്ചിരുന്നു. അത് എവിടെ അമ്മേ? അത് അലക്കി. അമ്മേ, എന്താണ് പേപ്പർ അലക്കി. ഫ്രാക്ഷൻ ഫ്രഞ്ച് ഫ്രൈസ് ആയിക്കാണോ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഓരോന്നിനും എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വരും ഓരോന്ന് ചെയ്തു വെച്ചിട്ട്. എന്തു പറ്റി? എന്റെ മോളെ ഒന്നും പറയണ്ട. ഇവിടെ ഒരു അലക്സ, മോള്, അമ്മായിമ്മ എല്ലാത്തിനെയും കൊണ്ട് ഞാൻ തോറ്റു. മോളെ, ഈ അലക്സ പറയുന്ന എല്ലാത്തിനും ഉത്തരം തരുമോ മോളെ? അതെ എങ്കിൽ എന്താണെങ്കിലും ചോദിച്ചോ, ചിലപ്പം തരും. അലക്സാണ്ടർ, കുടി നിർത്താൻ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുടെ മുലകുടി നിർത്താൻ ശരീരനായകം തേക്കുക. മുലകുടി തനിയെ നിന്നോളൂ. അതല്ല, ഇത് ഞാൻ മദ്യപാനം നിർത്തുന്ന കാര്യമോ ചോദിച്ചേ. സമാധാനം കൊടുക്കുക. കിട്ടാത്തൊരു സാധനമാണ്, പക്ഷെ അലക്സ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇവളുടെ ഇടി കൊള്ളാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നും അനുസരണ ഒരു ശീലമാക്കുക. ചിരിക്കണ്ട, നിന്നെയും ചേർത്താ പറഞ്ഞേ. അതൊക്കെ പോട്ടെ. മോക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമല്ലോ ആന്റി. കെട്ടും മുട്ടകൾ. എന്നെ അകത്തിട്ട് പൂട്ടി സുഖമായിട്ടിരിക്കാന്ന് നീ വിചാരിക്കണ്ട. അയ്യോ അമ്മ, ഇപ്പൊ ഇതിനും ഒരു സമാധാനമായി, അതിനും ഒരു സമാധാനമായി. സാങ്കേതിക വിദ്യകൾ ഇക്കാലത്ത് അനിവാര്യമാണ്. എന്നാൽ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഇവയെ അധികം ഉപയോഗിച്ചാൽ നമ്മളല്ലാതെ മാറും. അപ്പോൾ ഒരു എൻറ്റയർ ഫാമിലിയാണ് ഇന്ന് നമ്മുടെ സ്റ്റേജിൽ കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവരെല്ലാവരും ആദ്യമായിട്ടാണ് അല്ലേ? ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഇങ്ങനെ കയറുന്നത്. ശ്വേതാജി, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഒരു റിയാലിറ്റി ഷോ മോൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ വേദിയിൽ വന്നത്. പക്ഷെ നിങ്ങൾ എല്ലാവരും, അമ്മ, ബ്രദർ, വൈഫ് എല്ലാം ഉൾപ്പെടെ എല്ലാവരും അവിടെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് അത് വലിയൊരു എന്താ പറയുക, ഇറ്റ്സ് എ ബിഗ് തിങ്. സോ വലിയൊരു കൈയടി അതിനു വേണ്ടി. ഓൺലി നിങ്ങളുടെ ഹസ്ബൻഡ് വന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കി അതർവൈസ് എല്ലാം. അമ്മായിയമ്മ എന്തൊരു നല്ല ടൈമിങ്ങിലാണ് ഡയലോഗ് പറഞ്ഞത്. സൂപ്പർ. ബുദ്ധിമുട്ടിയോ? എനിക്ക് നല്ല ചെവിയും കേട്ടുകൂടൊക്കെ. അമ്മയ്ക്ക് അസുഖമൊക്കെ ഉള്ള ആളാണ്. 85 വയസ്സായ അമ്മയൊക്കെ ഇട്ടിട്ടാണ് ഇതിനൊക്കെ വന്നത്. അതൊന്നും ആരും പറയില്ല. നന്നായി ചെയ്തു അമ്മ, നന്നായി ചെയ്തു. നല്ല വേദിയിൽ ആദ്യത്തെ അമ്മായി അമ്മയാണ്. ഒന്ന് ആലോചിച്ചു, ആദ്യത്തെ. ഇതുവരെയ്ക്ക് ഒരു അമ്മായി അമ്മയും വന്നിട്ടില്ല.
അപ്പൊ അതിന് എന്തായാലും അഭിനന്ദിക്കാം. അമ്മയ്ക്ക് നല്ലൊരു എനർജി ഉണ്ടായിരുന്നു അല്ലെ? സൗണ്ട് ഒക്കെ ഭയങ്കര, അതായത് ഒരു പതർച്ച, ഒരു പേടി ഒന്നും ഇല്ലായിരുന്നു. നല്ല ഉഷാറായിട്ട് അടിച്ച് കണ്ണ് പൊട്ടിക്കുന്നൊക്കെ. അല്ല, എനിക്ക് തോന്നി അമ്മായിയമ്മ ഇങ്ങനെ തന്നെയാണോ വീട്ടിലെ? ആണോ? അയ്യോ ആണോ? അല്ല അല്ല നല്ല പാവോ പാവം തന്നെ. നല്ല പാവം തന്നെയാ. എന്തായാലും ഗുഡ് ഗുഡ് ഗുഡ്. എന്തായാലും പേരുകളൊക്കെ ഒന്ന് പറയൂ. അമ്മയുടെ പേര് പറയൂ. വിജയകുമാരി. വിജയകുമാരി. ആനന്ദ് വിജയൻ. ആനന്ദ് വിജയൻ. ഹരിതാജയൻ. ചെറുപ്പത്തിലെ കോളേജിലും സ്കൂളിലൊക്കെ കലാപരമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? സ്കൂളിൽ ഇങ്ങനെ സ്കിറ്റും കാര്യങ്ങളും ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്. അതെ, അതെ. അപ്പൊ ഇങ്ങനെ അശ്വതി നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം തന്നെ സമ്മതിച്ചോ? അതെയോ മടിച്ചോ നിങ്ങള്? ഇല്ല നമ്മള് സപ്പോർട്ട് ചെയ്തില്ല പിന്നെ വേറെ ആരാ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യാൻ? അടിപൊളി അടിപൊളി. കറക്റ്റ്. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ നേടാം. ഇറ്റ്സ് എ ഗുഡ് തിങ്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരും അവരുടേതായ ഒരു ക്യാരക്ടർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ക്യാരക്ടർ ഇതിൽ അലക്സി മോളാണ്. ഇങ്ങനത്തെ ഒരു അലക്സി ഒരു മോൾ ഉണ്ടെങ്കിൽ നമ്മളുടെ കുടുംബം പോക്കാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ലൈഫാണ് നിങ്ങൾ കാണിച്ചത്. ഇന്നത്തെ ഒരു 3 തലമുറയാണ് നിങ്ങൾ കാണിച്ചത്. അത് നന്നായിട്ട് നിങ്ങൾ ഒരു സെപ്പറേഷൻ ആയിട്ടാണ് നിങ്ങൾ കാണിച്ചത്. വെരി ഗുഡ്. എനിക്ക് ആശയം ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി ഒബ്വിയസ്ലി എന്താ പറയാ, ഇംപ്രൂവ്മെന്റ് ഒരുപാട് വേണം. ആൻഡ് ചേച്ചി, നമുക്ക് അലക്സയുടെ സൗണ്ട് കൊടുത്ത ഒരാൾ ഇവിടെ ഉണ്ട്. അത് നിങ്ങളുടെ എന്റെ ബ്രദറാണ്, കസിൻ ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ കൂടെ ഒന്ന് വേദിയിലേക്ക് വിളിക്കാം. ഭയങ്കര നല്ല വോയിസ് അല്ല, ആയിരുന്നു. നല്ല വോയിസ് മാത്രം ആളുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അലക്സയിലൂടെ എടുത്തു. ശരിയാണ്, അത് ശരിയാണ്. ചേട്ടാ വരൂ. പേര് പറയൂ. അനിൽകുമാർ. അലക്സ അനിൽകുമാർ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാണ് ഇവിടുത്തെ കൂടെ തന്നെ. ഓക്കെ, അപ്പൊ ഈ ഒരു തീം എടുത്തത് ആരാണ്? ഇങ്ങനെ അലക്സ, മക്കള്, ഫാമിലി? അല്ല, അത് ചേട്ടനാണ് എല്ലാം ഒരു തീം പറഞ്ഞു തന്നത്. അതെ, അപ്പൊ ചേട്ടൻ അത്യാവശ്യം എഴുതും വായിക്കും എന്നൊക്കെ തോന്നുന്നു. ശ്വേതാജി? നന്നായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അലക്സ വാസ് എ സ്റ്റാർ ആൻഡ് കുഞ്ഞു വാസ് ദ സ്റ്റാർ. എന്തായാലും ഈ ഫാമിലി സപ്പോർട്ട് ഇസ് ദ ബിഗ് തിങ്. അതൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മളുടെ ഒരു ഈ വേദിയിൽ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും നിങ്ങളെ ഒരുപാട് റൂം ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്.